ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷെൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട 1-2 ന്യൂസുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അറിയാം, കുവൈത്തിൽ ഇന്ന് മുതൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുവൈത്തിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നല്ലൊരു സുവർണ അവസരമാണ് ഇന്ന് മുതൽ കൈവന്നിരിക്കുന്നത്. അത് പ്രകാരം ഇന്ത്യക്കാർക്ക് രജിസ്ട്രേഷന് വേണ്ടി ഹാജരാകേണ്ട തീയതി ഏപ്രിൽ 11 മുതൽ 15 തീയതി വരെയാണ്. നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന വേദികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രഖ്യാപിച്ചിരിക്കുന്ന വേദികൾ പരസ്പരം മാറിയിട്ടുണ്ട്. അത് പ്രകാരം സ്ത്രീകൾ ഹാജരാകേണ്ടത് അൽ മുത്തന്ന ബോയ്സ് സ്കൂൾ, അതായത് ഫർവാനിയ ബ്ലോക്ക് 1-ൽ സ്ട്രീറ്റ് 122-ലുള്ള അൽ മുത്തന്ന ബോയ്സ് സ്കൂളിലും അതുപോലെ തന്നെ പുരുഷന്മാർ ഹാജരാകേണ്ടത് ഫർവാനിയ ഗേൾസ് സ്കൂളിലുമാണ്. അത് ഫർവാനിയ തന്നെ ബ്ലോക്ക് 1 സ്ട്രീറ്റ് 76-ലുമാണ് ഹാജരാകേണ്ടത്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം കുവൈത്തിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകൾ, വിസ കാലാവധി കഴിഞ്ഞ ആളുകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, കുവൈത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഷോപ്പുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ അവർക്ക് ശമ്പളം ലഭിക്കാതെ വരികയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, കുവൈത്തിൽ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ കമ്പനികൾ പുതിയ കോൺട്രാക്റ്റും മറ്റു കാര്യങ്ങളില്ലാതെ തന്നെ തൊഴിലാളികളെ കുറയ്ക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു പൊതുമാപ്പ് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. കാരണം ഫ്രീ ടിക്കറ്റും അതുപോലെ തന്നെ മറ്റ് ചിലവുകളും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് വെൽഫെയർ കേരള കുവൈത്ത് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിൻ്റെ നമ്പറുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ആ ഒരു ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആളുകൾക്ക് ഈ ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാൽ ലഭിക്കുന്നതാണ്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 28 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി രാജ്യത്ത് 317 കോവിഡ് രോഗികളാണ് ഉള്ളത്. കുവൈത്തിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. 7 മാസത്തോളം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല സ്തംഭിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകൾക്ക് അനുമതി നൽകിയത്. നേരത്തെ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കിയിട്ടാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കുവൈത്തിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വൃദ്ധരും രോഗികളും അതുപോലെ തന്നെ എമർജൻസി ആവശ്യങ്ങൾക്ക് വന്ന ധാരാളം ആളുകൾ കുവൈത്തിലുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഒരു സ്പെഷ്യൽ വിമാനങ്ങൾ ഇടണം എന്ന് ഒരാവശ്യം ഉയരുകയാണ്. കുവൈത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഏപ്രിൽ 14 വരെ വിമാന സർവീസുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി വിമാന സർവീസുകൾ വേണം എന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുകയാണ്. മറ്റൊരു ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ന്യൂസാണ്. മാസ്കുകളും കയ്യുറകളും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 ദിനാർ ഫൈൻ ഈടാക്കുമെന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. നമുക്ക് നിലവിൽ ജമ്മിയകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മാസ്കുകളും അതുപോലെ തന്നെ കയ്യുറകളും ലഭിക്കും. അത് അവിടെ തന്നെ ഉപേക്ഷിക്കുക. പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 ദിനാർ ഫൈൻ ഈടാക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മെഹബുള്ളയിൽ ഒരു കമ്പനിയുടെ ക്യാമ്പ്, 650ഓളം ആളുകൾ താമസിച്ചിരുന്ന ഒരു ക്യാമ്പ് ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ കുവൈത്ത് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഫഹായിൽ ഭാഗത്തും ഇതുപോലെ ഒരു ക്യാമ്പ് ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ന്യൂസുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല ന്യൂസുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.